നമസ്കാരം, ഞാൻ സേതുലക്ഷ്മി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ARMC. പൊറുക്കില്ലെന്ന് മുഖ്യൻ. വിവാദ പ്രസംഗ കേസിൽ വെള്ളാപ്പള്ളിക്കൊപ്പം കോടതിയിലെത്തിയതിൽ രാജൻ ബാബുവിന്റെ വിശദീകരണം തള്ളി UDF. JSS ജനറൽ സെക്രട്ടറിയുടെ പ്രവൃത്തി ന്യായീകരിക്കാൻ കഴിയില്ലെന്ന് മുഖ്യമന്ത്രി. വെള്ളാപ്പള്ളിക്ക് നിയമോപദേശം നൽകിയത് UDF നിലപാടിന് വിരുദ്ധമെന്നും ഉമ്മൻചാണ്ടി. രാജൻ ബാബുവിനെതിരെ UDF നടപടി ആലോചിക്കുന്ന സാഹചര്യത്തിൽ JSS നേതൃയോഗം ശനിയാഴ്ച. കോൺഗ്രസിന് നിരുപാധിക പിന്തുണ വാഗ്ദാനം ചെയ്ത് യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുമെന്ന് പാർട്ടി പ്രസിഡന്റ് KK ഷാജു. വെള്ളാപ്പള്ളിക്കൊപ്പം പോയത് വ്യക്തിപരമായ ബന്ധം കൊണ്ടെന്ന് രാജൻ ബാബു. JSS ജനറൽ സെക്രട്ടറിയുടെ ന്യായീകരണം തൃപ്തികരമല്ലെന്ന് UDF കൺവീനർ PP തങ്കച്ചൻ. നടപടിക്ക് വഴിവിലക്ക്. മുഖ്യമന്ത്രിക്കെതിരെ നിയമ നടപടിക്ക് ജേക്കബ് തോമസിന് അനുമതിയില്ലെന്ന് ചീഫ് സെക്രട്ടറി. സർക്കാർ നിലപാട് ജേക്കബ് തോമസിനെ അറിയിച്ചതായും ജിജി തോംസൺ. വിഷയത്തിൽ ആലോചിച്ച് തീരുമാനമെടുക്കുമെന്ന് ജേക്കബ് തോമസ്. DGP നിയമ നടപടിക്ക് പോകുന്നതിൽ തനിക്ക് വ്യക്തിപരമായ എതിർപ്പില്ലെന്ന് ഉമ്മൻചാണ്ടി. അനുമതി നൽകേണ്ടെന്ന തീരുമാനം മന്ത്രിസഭയുടേത്. നിയമ നടപടിക്ക് ജേക്കബ് തോമസ് അനുമതി തേടിയാൽ ആ നിമിഷം അനുമതി നൽകുമെന്ന് മുഖ്യമന്ത്രി നേരത്തെ പറഞ്ഞിരുന്നു. മുഖ്യമന്ത്രിക്കെതിരെ കോടതിയിൽ പോകാൻ അനുമതി തേടി പോലീസ് മേധാവിക്ക് ജേക്കബ് തോമസ് കത്ത് നൽകിയത് നവംബറിൽ. DGPയുടെ ആവശ്യം തനിക്കെതിരെ മുഖ്യമന്ത്രി നടത്തിയ പരസ്യ പ്രസ്താവനകൾ പിൻവലിക്കണമെന്ന്. നിത്യസ്മരണയിൽ ജ്വാലയായി. വീരമൃത്യു വരിച്ച ലഫ്റ്റനന്റ് കേണൽ നിരഞ്ജൻ കുമാറിന്റെ കുടുംബത്തിന് സഹായമായി 50 ലക്ഷം രൂപ നൽകാൻ മന്ത്രിസഭാ തീരുമാനം. നിരഞ്ജന്റെ ഭാര്യ ഡോക്ടർ രാധികയ്ക്ക് സർക്കാർ ജോലി നൽകും. മകൾ വിസ്മയയുടെ വിദ്യാഭ്യാസ ചെലവുകളും സർക്കാർ ഏറ്റെടുക്കും. ദേശീയ സുരക്ഷാ സേനയിൽ കമാൻഡോ ആയിരുന്ന നിരഞ്ജൻ പത്താൻകോട്ടെ പാക് ഭീകരാക്രമണത്തിനിടെ വീരമൃത്യു വരിച്ചത് ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട ഭീകരന്റെ ശരീരത്തിൽ ഘടിപ്പിച്ചിരുന്ന ബോംബ് പൊട്ടിത്തെറിച്ച്. ധീരജവാന് സ്മരണാഞ്ജലിയായി പാലക്കാട് ഗവൺമെന്റ് ITIക്ക് നിരഞ്ജന്റെ പേര് നൽകാനും തീരുമാനം. ഭീകരതയ്ക്ക് പിന്നാലെ ധിക്കാരം. പത്താൻകോട്ടെ പാക് ഭീകരാക്രമണത്തിന് പിന്നാലെ എരിതീയിൽ എണ്ണയൊഴിച്ച് പാകിസ്ഥാൻ പ്രസിഡന്റ് മംനൂൻ ഹുസൈൻ. കശ്മീർ പാകിസ്ഥാന്റെ അഭിവാജ്യ ഘടകമെന്നും കശ്മീരികളുടെ സ്വയം നിർണയാവകാശത്തെ പിന്തുണയ്ക്കുമെന്നും ഹുസൈന്റെ പ്രകോപനം. കശ്മീർ പ്രശ്നം സജീവമാക്കാനുള്ള പ്രസിഡന്റിന്റെ ശ്രമം പത്താൻകോട്ട് ആക്രമണത്തെ തുടർന്ന് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധങ്ങൾ വഷളാകുന്നതിനിടെ ഭീകരാക്രമണം സംബന്ധിച്ച് ഇന്ത്യ നടത്തുന്ന അന്വേഷണത്തെ പിന്തുണയ്ക്കുമെന്ന് നവാസ് ഷെരീഫ് പറഞ്ഞത് ഇന്നലെ. പുതിയ സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ ജനുവരി 15 നിശ്ചയിച്ചിട്ടുള്ള വിദേശകാര്യ സെക്രട്ടറി തല യോഗം ഇന്ത്യ റദ്ദാക്കും. നയതന്ത്ര ചർച്ചകൾ തുടങ്ങുന്ന കാര്യം NIA അന്വേഷണത്തിന് ശേഷം മാത്രം ആലോചിക്കുമെന്ന് പ്രതിരോധ മന്ത്രി മനോഹർ പരീക്കർ. പത്താൻകോട്ട് ആക്രമണത്തിൽ പങ്കെടുത്തവരുടെ പാക് ബന്ധം വ്യക്തമാക്കുന്ന തെളിവുകൾ ഇന്ത്യ ഉടൻ കൈമാറും. ഭീകരരുടെ DNA സാമ്പിളുകൾക്കൊപ്പം കൈമാറുന്നത് പാക് മുദ്രയുള്ള ആയുധങ്ങളുടെ വിവരവും കൊല്ലപ്പെട്ട ഭീകരരിൽ നിന്ന് കണ്ടെടുത്ത മറ്റു തെളിവുകളും. ഓർത്തുവച്ച പ്രതികാരം. അഫ്ഗാനിസ്ഥാനിലെ ഇന്ത്യൻ കോൺസുലേറ്റ് ആക്രമണം അഫ്സൽ ഗുരുവിനെ വധിച്ചതിന്റെ പ്രതികാരമെന്ന് ഭീകരരുടെ കുറിപ്പ്. പാർലമെന്റ് ആക്രമണ കേസിൽ ഇന്ത്യ തൂക്കിലേറ്റിയ അഫ്സൽ ഗുരുവിന് വേണ്ടി പകരം ചോദിക്കുന്നു എന്നാണ് ഒളിച്ചിരുന്ന കെട്ടിടത്തിന്റെ ചുവരിൽ രക്തം കൊണ്ടെഴുതിയ സന്ദേശം. മസാറെ ഷെരീഫിൽ ഇന്ത്യൻ കോൺസുലേറ്റിന് നേരെ ഭീകരാക്രമണം ഉണ്ടായത് കഴിഞ്ഞ ഞായറാഴ്ച. ആക്രമണം നടത്തിയ 3 ഭീകരരെ സൈന്യം വധിച്ചു. 2001 പാർലമെന്റ് ആക്രമണ കേസിൽ ഇന്ത്യ അഫ്സൽ ഗുരുവിന് വധശിക്ഷ നടപ്പാക്കിയത് 2013 ഫെബ്രുവരി 9. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ ARMC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.